ഞാൻ ശ്രീ വസന്തിനോട് ഈ ചർച്ചയെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ സോണിയാഗാന്ധിക്ക് കെട്ടിക്കൊടുത്തത് ചരടാണോ ബ്രേസ്ലെറ്റ് ആണോ ഇതിന്റെ സ്വർണത്തിന്റെ വല്ലോ ആണോ അതോ കേവലമായ ചരടാണോ അതല്ലെങ്കിൽ ഗോവർദ്ധൻ കൊടുത്ത സമ്മാന പൊതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധി വാങ്ങിച്ചത് എന്താണ് നിങ്ങൾക്കൊന്ന് പറയാമോ? ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ വാങ്ങിച്ചത് AICC ഇരിപ്പുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിച്ചത് അവിടെ ഇരിപ്പുണ്ടല്ലോ. അതെന്താണെന്ന് പറഞ്ഞാട്ടെ. സോണിയാഗാന്ധിയുടെ അതേ Z+ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് 2020 നിങ്ങളുടെ സർക്കാരിന്റെ വിജിലൻസിന്റെയും ഇന്റലിജൻസിന്റെയും റിപ്പോർട്ട് ഇവനൊരു കൊള്ളക്കാരനാണ്, കള്ളനാണ് എന്ന റിപ്പോർട്ട് ഇരിക്കുമ്പോഴും അതേ സുരക്ഷയുള്ള സമാന സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ വളരെ അഭിമാനാർഹമായ ഒരു പദ്ധതിയുടെ കൈമാറ്റത്തില് ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കാൻ എങ്ങനെയാ പോറ്റിക്ക് പറ്റിയത്? അതുകൂടി പറയുമോ? അല്ല വസന്ത, ഇത് എന്റെ സമയമാണ്. നിങ്ങൾ പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ഒരു പബ്ലിക് ഫംഗ്ഷനിലാണ്. മുഖ്യമന്ത്രിയുടെ പരിപാടി, മുഖ്യമന്ത്രിക്ക് ടൈറ്റ് ഒന്ന് സോണിയാഗാന്ധിയുടെ അത്രയും സെക്യൂരിറ്റി മുഖ്യമന്ത്രിക്കില്ല. ഒന്നാമത്തെ മണ്ടത്തരമാണ്. രണ്ടാമത് മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്ഥലത്തല്ല, പബ്ലിക് ഫംഗ്ഷനിൽ പോലീസുകാര്, നാട്ടുകാര്, പത്രക്കാര്, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ. ഞാൻ പറയട്ടെ, ഇത് എന്റെ സമയമാണ്. പ്ലീസ്, ഇത് എന്റെ സമയമാണ്. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ ചോദ്യം കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അല്ല, നിങ്ങൾ ദിവ്യ, ഇതെന്താ എന്ത് അവതരണമായത്? ഇത് ആരുടെ സമയമായത്? ഇത് ആരുടെ സമയമായത്? അല്ല, നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി വഴങ്ങാം. നിങ്ങൾ വസന്ത് ചോദിച്ചതിന് ഞാൻ വഴങ്ങി. അതിന്റെ മറുപടി പറയാൻ സമ്മതിക്ക്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനകത്തല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നത്. മുഖ്യമന്ത്രിയുടെ മുറിക്കകത്തല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നത്. നാട്ടുകാർക്ക് മുഴുവൻ പങ്കെടുക്കാവുന്ന ഒരു പബ്ലിക് ഫംഗ്ഷനിൽ ഭീമാ ജ്വല്ലറിക്കാർ കൊടുത്ത അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് കൊടുത്ത ആംബുലൻസ് പൊതുവായിട്ട് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നത് ഭീമാ ജ്വല്ലറിയുടെ ഭാഗമായിട്ടും മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാന്റെ ഭാഗമായിട്ടാണ് ചെന്നത്. അതല്ലാതെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയ മുഖ്യമന്ത്രിയുടെ പരിപാടിയിലെ പങ്കാളിയോ ആ നോട്ടീസിൽ പേരുള്ള ആളോ അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇത് രണ്ടും രണ്ടാണ്. നിങ്ങൾ ഇതിനെ സമീകരിക്കാൻ പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണല്ലോ CPM പറയുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ SITക്ക് അന്വേഷിക്കാവുന്നതല്ലേ ഉള്ളൂ. ബ്രേസ്ലെറ്റ് ആണോ കൊടുത്തത്, അത് ചരടാണോ കൊടുത്തത് എന്നൊക്കെ SIT അന്വേഷിക്കട്ടെ. അത് ഇപ്പോഴത്തെ അന്വേഷണത്തിലല്ല ശ്രീ ദിവ്യ. നിങ്ങൾ ഇതിനെ എത്ര മെഴുകി ന്യായീകരിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. ഞങ്ങൾ പറയുന്നത് രണ്ട് പ്രശ്നമാണ്. ഒന്ന്, ശബരിമലയിലെ സ്വർണ്ണക്കടത്ത്. രണ്ട്, അതിൽ കക്ഷിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആര് ചോദിച്ചില്ലല്ലോ, ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റി എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയ കോൺഗ്രസ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോറ്റിയത് കോൺഗ്രസ് ആണെന്നും അത് ഹൈക്കമാൻഡുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധമെന്നും അടൂർ പ്രകാശ് വരെ പറയുന്നത് എന്നെ വിളിച്ചുകൊണ്ട് പോയെന്നാ പറയുന്നത്. ആ ബന്ധം നിങ്ങൾ വെളിപ്പെടുത്തണം. അതിന് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പോറ്റിയെ കയറ്റി എന്നുള്ളത് ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണ് നമ്മൾ പറഞ്ഞത്. പോറ്റിയെ കയറ്റിയത് ആര് എന്നൊക്കെയുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ മനസ്സിലാകും. അത് തന്ത്രിയാണോ ഇനിയല്ല സഖാക്കളാണോ ഇനി അതോ മറ്റു വേറെ ചിലരാണോ എന്നതൊക്കെ അറിയുന്നു. പക്ഷേ CR നീലകണ്ഠൻ അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ തന്ത്രിയിലെത്തി നിൽക്കുകയാണ്. ഇനിയും ഉന്നതർ ഇക്കാര്യത്തിൽ പിടിയിലാകാനുണ്ട്. അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇനിയും കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണം എവിടെ, അത് ആരൊക്കെ പങ്കിട്ടെടുത്തു, ഈ ഉരുപ്പടികളൊക്കെ എന്ത് ചെയ്തു, അതിന് തിരിച്ചു കൊണ്ടുവരിക തുടങ്ങി ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇനി ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോഴും ഈ സ്വർണ്ണക്കൊള്ള തന്നെ ആയിരിക്കും കേരളത്തിലെ ചൂടേറിയ ചർച്ച അല്ലേ? അല്ല, എന്തായാലും സ്വർണ്ണക്കൊള്ള കേരളത്തിൽ ആർക്കനുകൂലമായാലും പ്രതികൂലമായാലും സ്വർണ്ണക്കൊള്ള കേരളത്തിൽ ഒരു വലിയ വിഷയം തന്നെയാണ്. സോണിയാഗാന്ധിയാണോ പിണറായി വിജയനാണോ എന്നുള്ളതൊക്കെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഈ കൊള്ള മുഴുവൻ നടക്കുമ്പോൾ കേരളത്തിലെ പോലീസ് അവിടെ ഉണ്ടായിരുന്നോ? ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നോ? ഈ ആളുകളൊക്കെ എവിടെയായിരുന്നു ഹൈക്കോടതി ചോദിക്കുന്നത് വരെ? അതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പോയിട്ടുണ്ടെങ്കിലും പിണറായി വിജയൻ്റെ ഭരണകാലത്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ പോലീസ് എവിടെയായിരുന്നു? ആരാണ് പോറ്റിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തത്? പോറ്റി പറഞ്ഞ ഈ കമ്പനിക്ക് പോറ്റി പറഞ്ഞിട്ടാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. ആ സ്പോൺസർഷിപ്പ് 2025 വാലിഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രശാന്ത് അയാൾക്ക് കൊടുക്കുന്നത്, പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന്. ഇതിനു മുമ്പുള്ള പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പോറ്റിയുടെ സ്പോൺസർഷിപ്പിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിനകത്ത് പരാതി ഉണ്ടായിട്ടും അത് അന്വേഷിക്കാതിരുന്ന ദേവസ്വം ബോർഡ് എവിടെ? അത് അന്വേഷിക്കാതിരുന്ന വിജിലൻസ് എവിടെ? അത് അന്വേഷിക്കാതിരുന്ന പോലീസ് എവിടെ? ഞാൻ ചോദിക്കുന്നത് ആര് മന്ത്രിയാണെന്നുള്ളതല്ല, നമ്മുടെ സംവിധാനത്തെക്കുറിച്ച് നമുക്കുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ഹൈക്കോടതി അതാണ് പറഞ്ഞു, ഹൈക്കോടതി ഇടപെട്ടില്ലെങ്കിൽ ഇപ്പോഴും ഈ കൊള്ള നടക്കില്ലേ? അപ്പൊ ഈ സംവിധാനത്തിൽ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ദൈവത്തിന്റെ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ സ്വത്ത്, ഞാൻ ദൈവത്തിന്റെ എന്ന് പറയുന്നത് ശബരിമലയിലായതുകൊണ്ട്
പക്ഷേ ഇവിടെ ശബരിമല എന്നുള്ളത് വലിയ വികാരമാണ് വിശ്വാസികളെ സംബന്ധിച്ച്. അത് മാത്രമല്ല വലിയ ദേശീയ ശ്രദ്ധ നേടുന്ന ലോക ശ്രദ്ധ നേടുന്ന ഒരു ഇടം കൂടിയാണ്. അവിടെയാണ് അവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വരുന്നത്.